നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 8 പ്രോ. റെഡ്മി നോട്ട് 8 പ്രോയുടെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷവോമിയുടെ ബ്രാൻഡിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് 8 പ്രോയുടെ 6GB 64GB ഹാലോ വൈറ്റ് കളർ വേരിയൻ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സൽ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ക്യാമറ, MediaTek Helio G90T, 20 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറ, 4500 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫോണിലും കൊടുക്കുന്ന പോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് റെഡ്മി നോട്ട് 8 പ്രോ അലക്സ ബിൽറ്റ് ഇൻ ഫീച്ചറിനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് സിം എജക്റ്റ് ടൂൾ കാണാൻ പറ്റും. അതിനകത്തായിട്ട് യൂസർ മാനുവലും വാറണ്ടി ഇൻഫർമേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫോണിൻ്റെ ഒരു ക്ലിയർ പ്രൊട്ടക്റ്റീവ് കേസും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി തന്നെയുള്ളൊരു പ്രൊട്ടക്റ്റീവ് കേസാണ് ഈ ഒരു ഫോണിനൊപ്പം നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ ഫോൺ റെഡ്മി നോട്ട് 8 പ്രോ 6GB 64GB ഹാലോ വൈറ്റ് കളർ വേരിയൻ്റ് ആണിത്. ഫോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പക്ക ഡിസൈനാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേഡിയൻ ബാക്ക് ബോഡി ഫിനിഷ് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ അറേഞ്ച്മെൻറ്റ്സ് നോക്കിയാലും ഒരു പക്ക ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നിട്ടുള്ളത്. ആ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേഡിയൻ ഫിനിഷ് പക്കയായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്കിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഫോൺ നമുക്കൊന്ന് ഓൺ ചെയ്യാൻ വെച്ചിട്ട് ഓൺ ആകുന്ന നേരം കൊണ്ട് ബോക്സിലുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിൽ ഇനി വരുന്നത് USB Type-C ചാർജിങ് കേബിളുണ്ട്. അതിനോടൊപ്പം തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ബോക്സ് മാറ്റിയിട്ട് ഫോണൊന്ന് നോക്കാം. ഓക്കെ, ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ഡിസ്പ്ലേ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പക്ക ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡോട്ട് ഡ്രോപ്പ് നോച്ച് LCD സ്ക്രീനാണ് ഫോണിൽ വരുന്നത്. 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. ആ ഒരു നോച്ചിനകത്തായിട്ട് 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു നോട്ടിഫിക്കേഷൻ LED ഈ ഒരു നോച്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഫോണിൻ്റെ എക്സ്റ്റേണൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടണും അതുപോലെ വോളിയം റോക്കേഴ്സും ഒക്കെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിം കാർഡും മൈക്രോ SD കാർഡ് സ്ലോട്ട്സും ഒക്കെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡെഡിക്കേറ്റഡ് ഡ്യുവൽ സിം ആൻഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട്സ് ആണ് ഈ ഫോണിൽ വരുന്നത്. 256GB വരെയുള്ള മൈക്രോ SD കാർഡ്സ് ഈ ഒരു ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ USB Type-C പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്, അതുപോലെ 3.5mm ഒരു ഓഡിയോ ജാക്കും ഫോണിൻ്റെ ബോട്ടം സൈഡിലാണ് വരുന്നത്. ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കിയാൽ അവിടെ IR സെൻസറും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മൈക്രോഫോണും ഫോണിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയ 3D ഗ്രേഡിയൻ ഗ്ലാസ് ആണ് ഫോണിൻ്റെ ബാക്കിൽ വരുന്നത്. ഈ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്ന ഫോണിൻ്റെ വീഴ്ചയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന തട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോറലൊന്നും അധികം ഈ ഒരു ഫോണിന് ഏൽക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നല്ലൊരു രീതിയിൽ തന്നെയുള്ള ക്യാമറ അറേഞ്ച്മെൻ്റ് ആണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 64 മെഗാ പിക്സൽ GW1 സെൻസറും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് താഴെയായിട്ടാണ് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളും ഒരു ക്യാമറ ബമ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ഹ്യൂജ് സെൻസർ കൊണ്ടായിരിക്കും ഈ ഒരു ക്യാമറ ബമ്പ് ഈ ഒരു ഫോണിന് ഒരുപക്ഷെ വന്നത്. ഈ ഫോൺ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ IP52 സ്പ്ലാഷ് പ്രൂഫ് ടെക്നോളജി ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. ഈ ചെറിയ മഴയെന്നോ അല്ലെങ്കിൽ സ്വെറ്റിന്നോ ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന് ലഭിക്കും. ആദ്യം പറഞ്ഞ പോലെ തന്നെ 4500 mAh ബാറ്ററിയാണ് ഫോണിൽ വരുന്നത്. 18 വാട്ട് USB Type-C ഫാസ്റ്റ് ചാർജിങ്ങും ഫോണിൽ സപ്പോർട്ടാണ്. ഫോണിൻ്റെ ഇൻറ്റേർണൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊസസ്സർ വരുന്നത് MediaTek Helio G90T ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. ആൻഡ്രോയിഡ് പൈ വിത്ത് MIUI 10 ഇത് റൺ ചെയ്യുന്നത്. വൈകാതെ തന്നെ MIUI 11 അപ്ഡേറ്റ് വൈകാതെ തന്നെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം മോഡൽ തന്നെയാണ് റെഡ്മി നോട്ട് 8 പ്രോ എന്ന് പറയുന്നത്. കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ഗ്ലാസി ബാക്ക് ഫിനിഷും അതുപോലെ തന്നെ ആ ഒരു ലാർജർ ബാറ്ററി ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഏകദേശം ഒരു വലിയ വെയിറ്റ് അല്ല, ഒരു 200 ഗ്രാമോളം ഫോണിന് വെയിറ്റ് വരുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ.
ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസായിട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കണ്ടൻസുകൾ ഈ ചാനലിൽ വരാനുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.